ജാസ്മിൻ ഒരു വമ്പൻ പ്ലാൻ ഇടുകയാണോ? ജാസ്മിൻ ഒരു വലിയൊരു പ്ലാനിനെ നടപ്പാക്കാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. അതായത് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ റിലേഷനിലുള്ള ക്ലാരിറ്റി എന്ന്. അതിന് ഗബ്രി പറയുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് നിന്നെ കല്യാണം കഴിക്കാനോ അതുപോലെ നിന്റെ റിലേഷൻ ആകാനോ എനിക്ക് താല്പര്യമില്ല എന്ന് ഗബ്രി എടുത്തടിച്ച പോലെ പറയുകയും ചെയ്യുന്നു. ഇത്രയും നാൾ പറയാതെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയിപ്പിച്ചത് റസ്മിനും കൂടെ ഇരുന്നാണ്. ഇതൊരു പ്ലാൻ ആണെങ്കിൽ ജാസ്മിനെ വിജയിപ്പിക്കാനുള്ള ജാസ്മിന്റെയും ഗബ്രിയുടെയൊക്കെ പ്ലാൻ തന്നെ ആയിരിക്കാം ഇതെന്നാണ് തോന്നുന്നത്. അതായത് ജാസ്മിൻ ഈ തമിഴ് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. തമിഴ് ബിഗ് ബോസിൽ ഓബിയ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവരും ഈ 50 ദിവസത്തിന് ശേഷം നിരാശാ കാമുകി റോളിലേക്ക് പിടിച്ച് പിന്നെ അങ്ങോട്ട് ഒരു കപ്പടിക്കുന്ന പ്രതീതിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് തോന്നുന്നത്. ജാസ്മിൻ ഇത് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു നിരാശാ കാമുകി റോൾ എടുക്കുകയും സിമ്പതി പിടിച്ചു പറ്റുകയും അതിനെതിരെ ഒഴുക്കിനെതിരെ സഞ്ചരിക്കുക എന്ന് പറയുന്നതാണ്. അതിനെതിരെ നല്ലതായിട്ട് പ്ലേ ചെയ്യുകയും ചെയ്ത് ഒരു ബിൽഡപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ്. അതായത് ജാസ്മിന് വേണ്ടി കുറെ പേര് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു ബിൽഡപ്പ് ഉണ്ടാക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അവിടെ ഗബ്രിയെ തഴഞ്ഞാലും കുഴപ്പമില്ല, ഗബ്രിക്ക് എതിരെ വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിലാണ് ഇവരുടെ പ്ലാൻ എന്നാണ് തോന്നുന്നത്. കാരണം റസ്മിനും കൂടെ ഇരുന്നാണ് ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിനർത്ഥം ജാസ്മിൻ ഒരു വലിയ പ്ലാനാണ് ഇടാൻ പോകുന്നത്. ജാസ്മിൻ ഇനിയുള്ള 50 ദിവസം കളിക്കാൻ പോകുന്നത് ഒരു നിരാശാ കാമുകി റോളാണെങ്കിൽ ആ റോളിനെ പിടിച്ചു പറ്റാൻ ഒരുപാട് കുടുംബ പ്രേക്ഷകർ ഉണ്ടാവും. ആ കുടുംബ പ്രേക്ഷകർ ഈ ട്രാപ്പിൽ വീഴുകയും ചെയ്യും. ഈ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ജാസ്മിൻ വോട്ട് കൂടുകയും ചെയ്യും. ജാസ്മിൻ എത്ര കാണിച്ചാലും നെഗറ്റീവാണ് ഇമ്പാക്ട് എന്ന് നമുക്ക് മനസ്സിലാവും. എന്ത് തന്നെ ആയാലും അത്രയും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ജാസ്മിൻ ഇത്രത്തോളം കോൺഫിഡൻസോട് കൂടി ഇങ്ങനൊരു സാധനം ഉറച്ച് പറയുകയാണെങ്കിൽ, സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് വളരെ രഹസ്യമായിട്ടാണ്, പക്ഷെ ഇതിപ്പോ ക്യാമറയൊക്കെ കേൾക്കുന്ന രീതിയിൽ ഭയങ്കര ഉറച്ചാണ് ഈ കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ്. അതിന് ഗബ്രി മറുപടി പറയുകയും ചെയ്യുന്നു. മറുപടി പറയുകയും ചെയ്യുന്നത് എന്താണ്, എനിക്കിഷ്ടമല്ല, അതായത് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിലാണ് ഗബ്രി പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പറയുന്ന അനുസരിച്ച് ഇതൊരു പ്ലാൻ ആണോ എന്നുള്ളതാണ്. ഈ പ്ലാൻ വർക്കൗട്ട് ആയാൽ ഒരുപാട് കുടുംബ പ്രേക്ഷകരും ഒരുപാട് ആൾക്കാരും നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ആൾക്കാരും ഈ ട്രാപ്പിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അതിനനുസരിച്ച് ജാസ്മിൻ വോട്ട് കൂടുകയും ചെയ്യും. ഇതാണ് ജാസ്മിന്റെ പ്ലാൻ എങ്കിൽ ഇത് വലിയൊരു ഗെയിം ചേഞ്ചിനേക്ക് മറുപടിയായിട്ട് വരും. വലിയൊരു ഗെയിം ചേഞ്ച് തന്നെ വരാൻ ചാൻസും ഉണ്ട്.